PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന 6ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രകൃതിയുടെ വരദാനം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നാഷണൽ ജിയോഗ്രഫിക് മാസിക 1976 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യമാണ് നൗറു. ഓക്കെ, നൗറു എന്ന് പറയുന്ന ദ്വീപിനെ വിശ്വവിഖ്യാതമായ മാസിക നാഷണൽ ജിയോഗ്രഫിക് 1976 വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നാഷണൽ ജിയോഗ്രഫിക് മാസിക 1976 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചത് നൗറുവിനെയാണ്. നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രത്തിലാണ് നൗറു എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നൗറുവിന്റെ വിസ്തൃതി ഓർത്തിരിക്കുക, 21 ചതുരശ്ര കിലോമീറ്റർ ആണ്. 21 ചതുരശ്ര കിലോമീറ്റർ ആണ് നൗറുവിന്റെ വിസ്തൃതി. നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു വിഭവം ആണ് ഫോസ്ഫേറ്റ്. നൗറുവിൽ ഉപയോഗിക്കുന്ന രാസവളം ഏതാണ്? ഫോസ്ഫേറ്റ് ആണ്, ധാതു വിഭവമാണ് കേട്ടോ. നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരിക്കുന്ന രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു വിഭവമാണ് ഫോസ്ഫേറ്റ്. രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു വിഭവം ഏതാണ്? ഫോസ്ഫേറ്റ് ആണ് നൗറുവിൽ ഉപയോഗിക്കുന്നത്, ഫോസ്ഫേറ്റ്. ഇനി ജർമ്മനി നൗറുവിൽ കോളനി സ്ഥാപിച്ച ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയ വർഷം ഓർത്തിരിക്കുക. 1888 ജർമ്മനി എന്ത് ചെയ്തത്? നൗറുവിൽ കോളനി സ്ഥാപിച്ച ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയത്. 1888 ഒന്നാം ലോക യുദ്ധാനന്തരം നൗറുവിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം ലോക യുദ്ധാനന്തരം നൗറുവിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഓക്കെ, അപ്പോൾ ഫോസ്ഫേറ്റ് ഖനനത്തിലൂടെ നൗറു ഒരു സമ്പന്ന രാജ്യമായിട്ട് മാറിയിരുന്നു. എന്നാൽ അമിതമായ ഫോസ്ഫേറ്റ് ഖനനം അവിടുത്തെ സസ്യാവരണം ഇല്ലാതാക്കി. അതോടെ പക്ഷികളും ജന്തുക്കളും ഒക്കെ നാമാവശേഷമായി നൗറുവിന്റെ പരിസ്ഥിതി തന്നെ മാറി. ഫോസ്ഫേറ്റ് നിക്ഷേപം അധികം താമസിയാതെ തീർന്നു. അങ്ങനെ നൗറു ഒരു തികഞ്ഞ ദരിദ്ര രാജ്യമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നൗറുവിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക, പറഞ്ഞ പോയിന്റ്സ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഫോസ്ഫേറ്റ് എന്ന ധാതുവിഭവത്താൽ ഒരിക്കൽ സമ്പന്നമാവുകയും പിന്നീട് അതേ ധാതുവിഭവത്തിന്റെ ശോഷണം മൂലം ദരിദ്രമാവുകയും ചെയ്ത നൗറു എന്ന രാജ്യത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്, അല്ലെ? ഇനി എന്താണ് പ്രകൃതി വിഭവങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് പ്രകൃതി വിഭവങ്ങൾ? ആദ്യം വിഭവങ്ങൾ എന്താണ്? പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായിട്ടുള്ള വസ്തുക്കളെയാണ് വിഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്? പ്രകൃതിയിൽ നിന്നും
പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായിട്ടുള്ള വിഭവങ്ങളെയാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായിട്ടുള്ള വിഭവങ്ങളെയാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം എന്തൊക്കെയാണ്? വായു, സൂര്യപ്രകാശം, അതുപോലെ കാറ്റ്, മരങ്ങൾ, ഇതെല്ലാം എന്താണ്? കാറ്റ്, മരങ്ങൾ, ഇതെല്ലാം എന്താണ്? പ്രകൃതി വിഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായിട്ടുള്ള വിഭവങ്ങളെയാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതി വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങൾ, ജലം, ഇതെല്ലാം എന്താണ്? പ്രകൃതി വിഭവങ്ങളാണ്. ഇനി എന്താണ് ജൈവ വിഭവങ്ങൾ? ജൈവ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ വിഭവങ്ങൾ എന്താന്ന് പറഞ്ഞു അല്ലെ? വിഭവങ്ങൾ എന്തായിരുന്നു? പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായിട്ടുള്ള വസ്തുക്കൾ എല്ലാം വിഭവങ്ങളാണ്. ആ വിഭവങ്ങളിൽ ചിലതിന് ജീവൻ ഉണ്ടാവും, മറ്റു ചിലതിന് എന്തുണ്ടാവും? ജീവൻ ഇല്ലാത്തവയും ഉണ്ടാവും. അപ്പൊ ജീവനുള്ള വിഭവങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ജൈവ വിഭവങ്ങൾ എന്ന് വിളിക്കും. ജീവൻ ഇല്ലാത്തവയെ അജൈവ വിഭവങ്ങൾ എന്ന് വിളിക്കും. ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങൾ എന്നും ജീവൻ ഇല്ലാത്തവയെ അജൈവ വിഭവങ്ങൾ എന്നുമാണ് വിളിക്കുക. ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ് അല്ലെ? ചിലത് എക്കാലത്തും ലഭ്യമാണ്. എന്നാൽ മറ്റു ചില വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? തീർന്നു പോകും. അപ്പോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും തീർന്നു പോകുന്നവയും ഉണ്ട്, തീർന്നു പോകാത്തവയുമുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ, പുനഃസ്ഥാപിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കാലത്തെയും ലഭ്യമായ വിഭവങ്ങൾ ആണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളാണ് എന്ത്? പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ. അപ്പോൾ ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും പുനർനിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങളെയാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇവിടെ കാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാറ്റ് കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവമാണ്. പിന്നെ ജലം പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവമാണ്. വനം പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ്. മണ്ണ് പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് പുനഃസ്ഥാപിക്കപ്പെടുന്നത്? ജലം, സൂര്യപ്രകാശം, വനം, മണ്ണ്, അതുപോലെ കാറ്റ്, ഇതെല്ലാം എന്താണ്? പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളാണ്. അപ്പൊ പുനഃസ്ഥാപിക്കപ്പെടാത്തത് ഏതൊക്കെയാണ്? ബാക്കിയുള്ളത് കൽക്കരി, അതുപോലെ തന്നെ പ്രകൃതിവാതകം, പെട്രോളിയം, ഇരുമ്പയിര്, ഇതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് ആ ഒരു കോളത്തിൽ ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ തനിക്ക് വേണ്ടി മാത്രമുള്ളതെന്ന ധാരണയിൽ യഥേഷ്ടം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ജനസംഖ്യാ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ, വ്യവസായവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇത് അമിതമായ വിഭവ ശോഷണത്തിന് വഴിതെളിയിച്ചു. അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാവുന്ന കുറവാണ് വിഭവ ശോഷണം. എന്താണ് വിഭവ ശോഷണം? അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാവുന്ന കുറവിനെയാണ് വിഭവ ശോഷണം എന്ന് പറയുന്നത്. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനാൽ പല അമൂല്യ വിഭവങ്ങളും നഷ്ടമാവുകയും പ്രകൃതിയുടെ തനതായ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങുകയും ചെയ്യുന്നു. ഇനി അടുത്തത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ നിരവധി ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ സദസ്സിനെ നിശബ്ദമാക്കിയ പ്രസംഗം മൊഴിമാറ്റം നടത്തിയതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഞാൻ എനിക്കും എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടോ. അപ്പൊ അത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ നിരവധി ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയിട്ടുള്ള സദസ്സിനെ നിശബ്ദമാക്കിയ പ്രസംഗം മൊഴിമാറ്റം ചെയ്തതാണ്. കേവലം 12 വയസ്സ് മാത്രമുള്ള സെവൻ കുളിസ് സുസുക്കി എന്ന കാനഡക്കാരിയായ പെൺകുട്ടിയായിരുന്നു പ്രസംഗക. ഓക്കെ, പ്രസംഗിച്ചത് ആരാന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ എന്തൊക്കെ ആകുലതകളാണ് ആ പെൺകുട്ടി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്? മലിനീകരിക്കപ്പെടുന്ന വായു, നശിപ്പിക്കപ്പെടുന്ന വനങ്ങൾ, ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന ജന്തുജാലങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം.
1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാനുള്ള തീരുമാനത്തിൽ എത്തിച്ചു. അപ്പോൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഡേറ്റ് എല്ലാവർക്കും അറിയുന്നതാ, എങ്കിലും ഓർത്തിരിക്കുക. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാനുള്ള തീരുമാനത്തിൽ എത്തിച്ചത് എന്നത് ഓർത്തിരിക്കുക. അടുത്തത്, മനുഷ്യന്റെ അമിതമായ വിഭവ ചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോഡോ മനുഷ്യന്റെ അമിതമായ വിഭവ ചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൗറീഷ്യസ് ദ്വീപിൽ കണ്ടുവന്നിരുന്ന ഈ പക്ഷികളെ മാംസത്തിന് വേണ്ടി കൊന്നൊടുക്കിയപ്പോൾ ഭൂമുഖത്ത് നിന്ന് അവ അപ്രത്യക്ഷമായി. ഇന്ത്യയിൽ ഉണ്ടാകേണ്ടിയിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗം, ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യം നിന്ന് പോയവയാണ്. അപ്പൊ പേരുകളൊന്ന് ഓർത്തിരിക്കുക: ഡോഡോ, അറോച്ച്, ഏഷ്യൻ ചീറ്റപ്പുലി. ഇനി അടുത്തത്, ഓരോ വർഷവും ഏകദേശം 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ മരം മനുഷ്യൻ ഉപയോഗിക്കുന്നതായിട്ടാണ് കണക്ക്. എത്ര മരമാണ്? ഓരോ വർഷവും ഏകദേശം 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ മരം മനുഷ്യൻ ഉപയോഗിക്കുന്നതായിട്ടാണ് കണക്ക്. ഓരോ സെക്കൻഡിലും ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലുപ്പത്തിൽ മനുഷ്യൻ വനങ്ങൾ വെട്ടിനശിപ്പിക്കുന്നു. ഈ സ്ഥിതി തുടർന്നാൽ 2020 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള വനഭൂമിയുടെ പകുതി മാത്രമേ ഭൂമിയിൽ അവശേഷിക്കൂ എന്നാണ് പറയുന്നത്. 2021 കുറേയായി അല്ലെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ലോക ഭൗമദിനം എന്നാണ്? ലോക ഭൗമദിനം ഏപ്രിൽ 22-നാണ്. ലോക ഭൗമദിനം ഏപ്രിൽ 22-നാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ലോക ഭൗമദിനം ഏപ്രിൽ 22-ആണ്. ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ഏപ്രിൽ 22 ലോക ഭൗമദിനം. PSC സ്ഥിരമായി ചോദിക്കുന്ന 2 ഡേറ്റുകളാണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് വകുപ്പുകൾ? ആർട്ടിക്കിൾ 48A ആർട്ടിക്കിൾ 51A ആർട്ടിക്കിൾ 48A ആർട്ടിക്കിൾ 51A വരുന്നത്. ഓക്കെ. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളാണ് 48A 51AG വകുപ്പും. ഓക്കെ. അപ്പൊ ഇവിടെ വിഭവ സംരക്ഷണവും ഇന്ത്യയിലെ നിയമങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. അമിത വിഭവ ചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരണം ഉപദ്രവിക്കുന്നതിൽ നിന്നും നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെ കൊണ്ടുവന്ന നിയമങ്ങളാണ് ഇത്. അപ്പൊ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയുടെ നിയമമാണ് ആർട്ടിക്കിളാണ് 48A 51AG വകുപ്പും. പിന്നെ കൊണ്ടുവന്ന നിയമമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം, ജല നിയമം, വനസംരക്ഷണ നിയമം, വായു നിയമം, ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ. ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. പിന്നെ ഇവിടെ അമിത വിഭവ ഉപയോഗം, വിഭവ സമ്പത്ത്, ബദൽ മാർഗങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കണേ. ജലസമ്പത്ത്, ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണ്? പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക, അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വനസമ്പത്ത്, വനങ്ങൾ, വായു സമ്പത്ത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക. അപ്പോൾ ഇവിടെ ശുദ്ധജലം പാഴാക്കാതിരിക്കുക, മഴവെള്ള കൊയ്ത്ത് പോലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുക. അടുത്ത നോക്കൂ. വൈദ്യുതി ഉപകരണങ്ങളും ലൈറ്റുകളും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള സൂര്യപ്രകാശം, കാറ്റ് മുതലായവ കൂടുതൽ ഉപയോഗിക്കുക, വനനശീകരണം തടയുക, തരിശുഭൂമികളിൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വായു സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഇവിടെ വാഹനങ്ങളുടെ അമിത ഉപയോഗമാണ് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. അപ്പൊ അത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം, അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ വാഹനങ്ങൾ, വായു സമ്പത്ത്, അത് നേരെ ഇങ്ങോട്ടാണ് ബദൽ മാർഗങ്ങൾ. അടുത്ത നോക്കൂ. ജലസമ്പത്ത്, ജലാശയങ്ങൾ. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? ഇവിടെ അല്ലെ. അമിതമായിട്ട് ജലം നമ്മൾ പാഴാക്കി കളയുന്നതാണ് ജലസമ്പത്തിനെയും ജലാശയങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നത്. അപ്പൊ ഇവിടോട്ടാണ് അത് വരുന്നത്. അപ്പൊ ഈ ജലസമ്പത്ത് ഇതാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ശുദ്ധജലം പാഴാക്കാതിരിക്കുക, മഴവെള്ള കൊയ്ത്ത് പോലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുക അല്ലെ,
അപ്പൊ അതാണ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് ബദൽ മാർഗങ്ങൾ, ഇങ്ങോട്ടാണ് വരുന്നത്. ഇനി അടുത്തത് വൈദ്യുതി അല്ലെ, ഊർജ്ജ സമ്പത്താണ്. അപ്പോൾ ഊർജ്ജ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വൈദ്യുതി അമിതമായിട്ട് കണ്ടോ, ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് അമിതമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് അത് പാഴാക്കി കളയുന്നു. അപ്പൊ അതാണ് ഊർജ്ജ സമ്പത്തിൽ വരുന്നത്. അപ്പൊ അതിന്റെ ബദൽ മാർഗം എന്താണ്? ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. വൈദ്യുതി ഉപകരണങ്ങളും ലൈറ്റുകളും ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുക, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള സൂര്യപ്രകാശം, കാറ്റ് മുതലായവയെ കൂടുതൽ ആശ്രയിക്കുക. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നിയമങ്ങൾ പഠിച്ചു. പിന്നെന്താ, വിഭവ സംരക്ഷണം കേരളത്തിൽ. പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെയും നിരവധി നിയമങ്ങൾ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നെൽവയൽ സംരക്ഷണ നിയമം, തണ്ണീർത്തട സംരക്ഷണ നിയമം. ഈ രണ്ട് നിയമങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. നെൽവയൽ സംരക്ഷണ നിയമവും തണ്ണീർത്തട സംരക്ഷണ നിയമവുമാണ് വിഭവ സംരക്ഷണത്തിനായിട്ട് കേരളത്തിൽ നിലവിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്. പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ജനമുന്നേറ്റം എപ്പോഴാണ്? 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നത്. അതും കൂടെ ഓർത്തിരിക്കാം. പിന്നെ ഗാന്ധിജി പറഞ്ഞ ഈ വേർഡ്സും കൂടെ അറിഞ്ഞിരിക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റുവാനുള്ളതില്ലാതാനും. ഓക്കെ, ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഈ വേർഡ്സും കൂടെ ഒന്ന് ഓർത്തിരിക്കാം.